ഇപ്പോൾ നിലവിൽ കുമാരസ്വാമി ഈ പ്രദേശത്തേക്ക് കടന്നു വരികയാണ്. അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിക്കുമോ എന്നുള്ള കാര്യം എന്തായാലും കണ്ടറിയണം. എന്തായാലും കുമാരസ്വാമി ആ സംഭവ സ്ഥലത്ത് നിന്നും പരിശോധനകൾ നടത്തി വിവരങ്ങൾ ശേഖരിച്ച ശേഷം കേന്ദ്രമന്ത്രി കുമാരസ്വാമി, JDS നേതാവായ കുമാരസ്വാമി, മുൻ മുഖ്യമന്ത്രിയായ കുമാരസ്വാമി ഈ സ്ഥലത്തേക്ക് എത്തുകയാണ്. എന്തായാലും അദ്ദേഹം പ്രതികരിക്കുമോ എന്നുള്ള കാര്യം കേന്ദ്രമന്ത്രി HD കുമാരസ്വാമി അദ്ദേഹം സ്ഥലം സന്ദർശിച്ച് മടങ്ങി വരികയാണ്. ಬೇರೆ ಐಡೆಂಟಿಫೈ ಮಾಡಿ ಜಾಗನ ಮನೆ ಕಟ್ಸಕ್ಕೆ ಹೇಳಿದ್ದೀವಿ. ತಕ್ಷಣಕ್ಕೆ ಒಂಚೂರು ಪರಿಹಾರ ಅವ್ರಿಗೆ ಆಸಕ್ಕೆ ಅನುಕೂಲ ಮಾಡಿ ಅಂತ ಹೇಳಿದ್ದೀವಿ. ಇಲ್ಲ ಮಾಡಿಸಿ ಹೇಳಿದ್ದೀನಿ. DC ಅವ್ರಿಗೂ ಮಾತಾಡಿ ಮಾಡ್ಕೊಡ್ತೀವಿ. ಆಯ್ತು Unfortunate thing, the tea shop family, 5 members who have actually died in this incident. That is unfortunate. Doing our job, sir. Family is saying they want No, everything they family is saying they want from Navy or Navy is not required. NDRF, they are doing their job. There is no problem here. For family members who are actually alive, we will going to help them. എന്തായാലും കുമാരസ്വാമി പ്രതികരിക്കാൻ തയ്യാറായിട്ടുണ്ട്. എന്തായാലും നിലവിൽ പറഞ്ഞിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് അവിടെ കൃത്യമായ നടപടികൾ ഉണ്ടാകുന്നുണ്ട്. NDRF സംഘം ഉൾപ്പെടെയുള്ളവർ അവിടെ ക്യാമ്പ് ചെയ്ത് ഇതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് എന്നാണ് നിലവിൽ കേന്ദ്രമന്ത്രി പ്രതികരിച്ചിരിക്കുന്നത്. വിനോദ്, തീർച്ചയായും NDRF അവിടെ കൃത്യമായ രക്ഷാപ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. സൈനിക സേവനത്തിൻ്റെ ആവശ്യത്തിലേക്ക് വരുന്നില്ല. NDF കൃത്യമായി അവിടെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്നാണ് കേന്ദ്രമന്ത്രി HD കുമാരസ്വാമി ഇക്കാര്യത്തിൽ പ്രതികരിച്ചിട്ടുള്ളത്. നമുക്കറിയാം അവിടെ ഈ മഴയും അതുപോലെ തന്നെ വീണ്ടും ചെളി നിറഞ്ഞ അവസ്ഥയും ഒക്കെ തന്നെ രക്ഷാപ്രവർത്തനത്തിന് വലിയ തടസ്സമുണ്ടാക്കുന്നുണ്ട്. എന്തായാലും കേന്ദ്രമന്ത്രി സന്ദർശിച്ച് NDRFിൻ്റെ പ്രവർത്തനങ്ങൾ അത് കാര്യക്ഷമമായി നടക്കുന്നുണ്ട് എന്നാണ് HD കുമാരസ്വാമിയും പ്രതികരിച്ചത്. വിവരങ്ങൾ ഷിരൂരിൽ നിന്നും നൽകിയത് KJ ശ്രീജിത്താണ്. അതേ